ഇസ്രായേലുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ ഗാസയിൽ ഹമാസ് കടുത്ത പ്രതിസന്ധിയിൽ. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഷാർക്ക് അൽ അസ്വാദ് എന്ന മാധ്യമത്തിലാണ് ഹമാസ് നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. 2 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളെ പലരെയും ഇസ്രായേൽ വധിച്ചിരുന്നു. ഇതിനിടെ യുദ്ധം തുടരുന്നത് അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെയും ബാധിക്കുകയാണ്. ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്ന സ്വന്തം അംഗങ്ങൾക്കുള്ള വേതനം പോലും നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ 900 ഷെക്കൽസ്, അതായത് 21,317 രൂപ മാത്രമാണ് അംഗങ്ങൾക്ക് നൽകാൻ സാധിച്ചത്. ഹമാസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണത് ഇപ്പോൾ നേരിടുന്നത്. ഹമാസ് നിരയിൽ അതൃപ്തി പുകയുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹമാസിന്റെ നേതൃനിരയിലുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നീങ്ങുന്നത്. ഹമാസിന്റെ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. യുദ്ധത്തിലെ ഏകോപനത്തെയും നേതൃത്വത്തിലെ അഭാവം ബാധിച്ചതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഗാസയിൽ മാനുഷിക സഹായം എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമെന്നാണ് വിവരങ്ങൾ. അന്താരാഷ്ട്ര വിമർശനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രായേൽ ശക്തമാക്കുകയാണ്. ശനിയാഴ്ച ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 9 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. മാത്രമല്ല, UN-ന്റെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായവുമായി എത്തുന്ന ട്രക്കുകൾക്ക് കടുത്ത നിയന്ത്രണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഗാസയിലെ ജനങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ കടത്തിവിടുന്ന ട്രക്കുകളുടെ എണ്ണം കുറവാണ്. ഗാസയിലേക്കുള്ള UAE ട്രക്കുകൾ കൊള്ളയടിക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള സ്ഥലത്തു വെച്ചാണ് സംഭവങ്ങൾ. UAE-യിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഗാസയിൽ പ്രവേശിച്ച 24 ട്രക്കുകളിൽ 1 മാത്രമാണ് ലക്ഷ്യത്തിലെത്തിയത്. ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഓപ്പറേഷൻ ഗാലന്റ് നൈറ്റ് 3 എന്ന പേരിൽ UAE-യുടെ സഹായ ദൗത്യം തുടരുന്നുണ്ട്. സംഭവത്തിൽ ഗാസയിലെ UAE ദൗത്യ സംഘം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാൻ ഇസ്രായേലും UAE-യും കഴിഞ്ഞ ദിവസം ധാരണയിലെത്തിയിരുന്നു. നിലവിൽ കടുത്ത ഭക്ഷ്യപ്രതിസന്ധിയിലാണ് ഗാസ. സഹായം എത്തിച്ചില്ലെങ്കിൽ ഗാസയിൽ അടുത്ത 48 മണിക്കൂറിനകം 14,000 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം മേധാവി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, മുൻപ് ഇസ്രായേൽ അധിനിവേശ സേന ഗാസയിൽ ബോംബാക്രമണം നടത്തിയതിനു ശേഷം ഭൂമിക്കടിയിൽ ഒളിച്ചിരുന്നതായി അവർ കരുതിയ പാലസ്തീൻ പ്രതിരോധ പോരാളികളെ ശ്വാസം മുട്ടിക്കുന്നതിനായി മനഃപൂർവ്വം ബോംബുകൾ, വിഷാംശം നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ അവർ ആയുധമാക്കി. 2023 ഒക്ടോബർ 7 മുതൽ തുരങ്ക ലക്ഷ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന 15 ഇസ്രായേലി മിലിറ്ററി ഇന്റലിജൻസ് ഷീൻ ബെറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ടുകൾ വന്നത്. ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖലയിലെ ലക്ഷ്യങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നതിൽ സൈന്യത്തിന്റെ കഴിവില്ലായ്മയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ അധിനിവേശ സേന ശ്രമിച്ചതായി കണ്ടെത്തിയിരുന്നു. ഒരു തുരങ്കത്തിനുള്ളിൽ ഒരു ലക്ഷ്യം കൃത്യമായി ചൂണ്ടിക്കാണിക്കുക ബുദ്ധിമുട്ടാണ്. അതിനാൽ നിങ്ങൾ ദൂരത്തിൽ ആക്രമണം നടത്തണം. ഒരു മിലിറ്ററി ഇന്റലിജൻസ് വൃത്തം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ഈ ദൂരം 10,000 കണക്കിന്, ചിലപ്പോൾ 100 കണക്കിന് മീറ്റർ വരെ വലുതായിരിക്കും. അതായത് ഈ ബോംബിംഗ് പ്രവർത്തനങ്ങൾ മുന്നറിയിപ്പില്ലാതെ താമസക്കാരുടെ മേൽ നിരവധി അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ തകർത്തു. 2023 നവംബർ 10 വടക്കൻ ഗാസയിലെ ഹമാസ് ബ്രിഗേഡ് കമാൻഡറായ അഹമ്മദ് ഖണ്ടൂറിനെ ലക്ഷ്യമിട്ട് നടന്ന ബോംബാക്രമണത്തിൽ 3 ഇസ്രായേലി ബന്ധുക്കൾ ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്ന മുതിർന്ന തീവ്രവാദികളെ കൊല്ലാനുള്ള സാധ്യത പരമാവധിയാക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളിൽ ഒരു തുരങ്ക ശൃംഖലയുടെ ഭാഗങ്ങൾ തകർക്കാനും ലക്ഷ്യങ്ങൾ ഉള്ളിൽ കൊടുക്കാനുമുള്ള ശ്രമങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.